സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആഭ്യന്തര തൊഴിൽ വിപണിയിലേക്ക് സ്വദേശി പൗരർക്ക് പ്രവേശിക്കാൻ പ്രത്യേക തൊഴിലുകളും നയങ്ങളും സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെ സ്വദേശിവൽക്കരണത്തിനായുള്ള അണ്ടർ സെക്രട്ടറി അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ വിപണി നല്ല ഫലങ്ങളും തൊഴിലില്ലായ്മ നിരക്കിൽ തുടർച്ചയായ കുറവുമാണ് കാണിക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് മൊത്തം ജനസംഖ്യയുടെ 3.3% കുറഞ്ഞു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം G20 രാജ്യങ്ങൾക്കിടയിൽ 5ാം റാങ്കിലേക്ക് ഉയർത്താൻ സഹായിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. സൗദികൾക്കിടയിലെ തൊഴിലില്ലായ്മ കണക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 7.1 എത്തിയതായും അൽ അറബിയ ബിസിനസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു. ഇത് 2030 ലക്ഷ്യങ്ങളോട് വളരെ അടുത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബൈയിലെ അൽ മക്തൂം പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ദുബൈയിലെ ചില ബസ് റൂട്ടുകൾ താൽക്കാലികമായി വഴിതിരിച്ചുവിടുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇനി പറയുന്ന റൂട്ടുകളാണ്: 10, 23, 27, 33, 88, C04, C05, C10, C26, E16, X28, X94. 2024 സെപ്റ്റംബർ 29 മുതൽ 2025 ജാനുവരി 23 വരെ ചില ബസ് സ്റ്റോപ്പുകളിലൂടെ കടന്നുപോകില്ല. അൽ മക്തൂം പാലത്തിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ അൽ ഗർഹൂദ് പാലം വഴി താൽക്കാലികമായി തിരിച്ചുവിടും. അൽ മക്തൂം പാലം 2025 ജാനുവരി 16 വരെ ഭാഗികമായി പ്രവർത്തിക്കും. പ്രധാന പാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 11 മുതൽ രാവിലെ 5 വരെ അടച്ചിരിക്കും. ഞായറാഴ്ചകളിൽ 24 മണിക്കൂറും അടച്ചിടും. താൽക്കാലിക തൊഴിൽ വിസകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾക്ക് സൗദി സർക്കാർ അംഗീകാരം നൽകി. രാജ്യത്തെ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാർഷിക ഇസ്ലാമിക ഹജ്ജ് തീർത്ഥാടനത്തിന്റെയും ഉംറ തീർത്ഥാടനത്തിന്റെയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലിക തൊഴിൽ വിസകൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ ചൊവ്വാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അംഗീകരിച്ചു. ഒമാനിലെ സലാലയിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം എത്തി. ഇതോടെ ദോഫാറിലെ ശൈത്യകാല ടൂറിസം സീസണിന് തുടക്കമായി. 153 ടൂറിസ്റ്റുകളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ശൈത്യകാലത്ത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം 18.4% വർദ്ധിച്ചതായാണ് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി 239 ചാർട്ടേഡ് വിമാനങ്ങളാണ് സലാല വിമാനത്താവളത്തിൽ എത്തിയത്. 3-4 സ്റ്റാർ ഹോട്ടലുകളിലെ താമസ നിരക്ക് കഴിഞ്ഞ സീസണിൽ 95% എത്തുകയും ചെയ്തു. താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജബൽ സംഹാനിലെ ഹെവാർ ഗുഹ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സാഹസിക ടൂറിസം സൈറ്റുകൾ നവീകരിക്കുന്നതിലും മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ 80 കിലോയിലധികം ഹാഷിഷ് കടത്താൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടിംഗ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗവും കോസ്റ്റ് ഗാർഡ് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷുമായി 3 പേരെ പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി. ഒമാനിൽ ലോബ്സ്റ്റർ സീസൺ ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വിപണിയിൽ സുലഭമായി ഇത് ലഭിക്കും. ഇന്നലെ ആരംഭിച്ച മത്സ്യബന്ധന സീസൺ നവംബർ അവസാനം വരെ തുടരുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോബ്സ്റ്റർ കടൽ ജീവിയെ പിടിക്കാൻ പ്രത്യേക കാലയളവിൽ മാത്രമാണ് മന്ത്രാലയം അനുവദിക്കുന്നത്. മറ്റു മാസങ്ങളിൽ ഇവയുടെ പ്രജനന കാലമാണ്. ആഗോളതലത്തിൽ വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ലോബ്സ്റ്ററുകളെ ഒമാനിലെ ദോഫാർ, അൽവുസ്ത, ഷെർക്കിയ എന്നീ പ്രദേശങ്ങളിലെ സമുദ്രത്തിൽ നിന്നുമാണ് കൂടുതലും ലഭിക്കാറുള്ളത്. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ബിദിയയിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. സ്വദേശിവൽക്കരണ നിരക്കും അധികൃതർ പരിശോധിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തി ഗാസയിലും ബെയ്റൂത്തിലും നടത്തുന്ന കനത്ത ആക്രമണത്തിൽ ഇസ്രായേലിന് വൻ തിരിച്ചടി. 100 കണക്കിന് മിസൈലുകളാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് പോയത്. ഇറാന്റെ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു.
ഒരേ സമയം നിരവധി മിസൈലുകൾ വന്നതോടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടുക്കാനായില്ലെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിലെങ്ങും അപായ സൈറണുകൾ മുഴങ്ങി. അതിനിടെ ടെലവൈവിലെ ജാഫയിൽ വെടിവെപ്പുണ്ടായി. 4 പേർ കൊല്ലപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവെപ്പുണ്ടായത്. ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഇറാന്റെ ആക്രമണം. നേരത്തെ ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വധിച്ചതോടെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയി വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ വധിച്ച ശേഷവും ഇറാൻ ഇക്കാര്യം ആവർത്തിച്ചു. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന അബുദാബിയിൽ വാടക നിരക്ക് 15% വർദ്ധിപ്പിച്ചു. പ്രോപ്പർട്ടി വാങ്ങുന്നതിനും വില വർധനവുണ്ടായിട്ടുണ്ട്. 9% കഴിഞ്ഞ വർഷത്തേക്കാൾ നിരക്ക് ഉയർന്നത്. വാടക ഇനത്തിൽ അപ്പാർട്ട്മെന്റുകൾക്ക് 16%, വില്ലകൾക്ക് 10%വുമാണ് വർധനവുണ്ടായത്. 1000-ലധികം പേർ ദിവസേന തൊഴിൽ തേടി വരുന്ന അബുദാബിയിൽ പ്രവാസികൾക്കും പ്രവാസ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവർക്കും തിരിച്ചടിയാകുന്ന വാർത്തയാണ് UAEയുടെ തലസ്ഥാന നഗരിയിൽ നിന്നെത്തുന്നത്. അബുദാബിയിൽ വസ്തുവിലയേക്കാൾ കുതിച്ചു പായുകയാണ് വാടക നിരക്ക്. 10 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് വാടക നിരക്ക് ഇത്രയും ഉയർന്ന തുകയിലെത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാടക വീടുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ഡിമാൻഡ് വർദ്ധിച്ചതാണ് നിരക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത്. വാഹന പരിശോധനയ്ക്കിടെ സ്ത്രീയെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി അനുചിതമായ രീതിയിൽ ദേഹപരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്ന പട്രോളിംഗ് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചത്. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സൗദി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രക്കാർ വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വിമാനത്തിനകത്ത് അണുനശീകരണം നടത്തുക എന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്ക് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ 3 വിമാനങ്ങൾ ആരോഗ്യ ചട്ടങ്ങൾ ലംഘിച്ചതിന് ആരോഗ്യ മന്ത്രാലയം പിഴ ചുമത്തി. ഗൾഫ് ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സൗദി സ്വീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ സംവിധാനം ശക്തമാക്കുന്നതും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ പാലിച്ചിരിക്കണം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും. രാജ്യത്തേക്കുള്ള പ്രവേശന കേന്ദ്രമായ വിമാനത്താവളങ്ങളിലും അതിർത്തി ക്രോസിംഗുകളിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരും.